പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നേർച്ചകളെല്ലാം കൃത്യമായി നിറവേറ്റണമെന്ന് ആജ്ഞാപിച്ചിരിക്കുന്ന സ്നേഹസമ്പന്നനായ ദൈവമേ, അങ്ങയുടെ സ്തുതിക്ക് ഞങ്ങളുടെ പ്രയോജനത്തിനുമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാഴ്ചകൾ സ്വീകരിക്കണമേ. അങ്ങയുടെ അനന്തമായ ശക്തിയിൽ ദൃഢമായി വിശ്വസിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ആവശ്യങ്ങൾ സഹായിക്കുകയും ചെയ്യണമേ. ദാരിദ്ര്യവും രോഗങ്ങളും ഞങ്ങളെ അലട്ടാതിരിക്കട്ടെ. ഐശ്വര്യത്തിന്റെ അടിസ്ഥാനമായ സമാധാനവും പരസ്പര ധാരണയും ഈ അന്തരീക്ഷത്തിൽ പുഷ്പിച്ചു വളരട്ടെ. കുടുംബത്തലവന്മാർ വിശ്വാസത്തിലും ദൈവഭക്തിയിലും മറ്റുള്ളവർക്ക് മാതൃകയാവട്ടെ. കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും സമ്പന്നരാകട്ടെ. ഞങ്ങളുടെ കുടുംബത്തെയും ഇതിലെ എല്ലാ അംഗങ്ങളെയും നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഉപവാസികളെ ദൈവത്തെ സ്തുതിക്കുവിൻ, തിരുനാമത്തിന് കീർത്തനം പാടുവിൻ. ദൈവത്തിന്റെ പ്രവൃത്തിയോടെ മോടിയായ വസ്ത്രങ്ങളും ധരിച്ച് ഒരാൾ നിങ്ങളുടെ സമൂഹത്തിൽ വരുന്നു എന്ന് വിചാരിക്കുക. ഉഷിഞ്ഞ വസ്ത്രത്തോടെ ഒരു ദരിദ്രന് വരുന്നു. മോടിയായ വസ്ത്രം അണിഞ്ഞവനെ സ്വീകരിച്ച് ഇരിപ്പിടം കൊടുക്കുകയും മറ്റവരോട് അവിടെ നിൽക്കുക എന്ന് പറയുകയും ചെയ്താൽ നിങ്ങൾ വിവേചനമല്ലേ കാണിക്കുന്നത്? അങ്ങനെ നിങ്ങൾ ദുഷ്ടവിചാരങ്ങൾ പുലർത്തുന്ന വിധികർത്താക്കളായി തീരുകയല്ലേ? ഒരു സഹോദരനോ സഹോദരിക്കോ വസ്ത്രത്തിനും ഭക്ഷണത്തിനും വകയില്ലായിരിക്കട്ടെ. അവന് ശരീരാവശ്യങ്ങൾ കൊടുക്കാതെ നിങ്ങൾ അവനോട് സമാധാനത്തോടെ പോവുക, ഭക്ഷിച്ച് തൃപ്തി അടയുക എന്ന് പറഞ്ഞാൽ എന്തു പ്രയോജനം? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു. സഹോദരനെ, മിശിഹാ നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ അർപ്പിച്ചതിൽ നിന്ന് സ്നേഹം എന്നത് നാം മനസ്സിലാക്കുന്നു. സഹോദരങ്ങൾക്ക് വേണ്ടി നാമും ജീവൻ അർപ്പിക്കണം. ലൗകിക സമ്പത്തുണ്ടായിരിക്കെ സഹായം അർപ്പിക്കുന്ന സഹോദരനോട് കരുണ കാണിക്കാത്തവരിൽ എങ്ങനെ ദൈവസ്നേഹം കൂടിക്കൊള്ളും? കുഞ്ഞുമക്കളെ, വാക്കിലും സംസാരത്തിലുമല്ല പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നാം സ്നേഹിക്കേണ്ടത്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. സായന്തമായപ്പോൾ ശിഷ്യന്മാർ ഈശോയെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു, ഇതൊരു വിജന പ്രദേശമാണല്ലോ, നേരവും വൈകിയിരിക്കുന്നു, ജനങ്ങളെ പറഞ്ഞയക്കുക. ഇവർ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണമാകട്ടെ. ഈശോ മറുപടി പറഞ്ഞു, അവരെ അങ്ങനെ പറഞ്ഞയക്കരുത്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം നൽകുകയും. 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഞങ്ങളുടെ അടുത്തുള്ളൂ എന്ന് അവർ അറിയിച്ചു. അതിവിടെ കൊണ്ടുവരിക എന്ന് ഈശോ ആജ്ഞാപിച്ചു. ജനങ്ങളോട് പുൽത്തകടിയിൽ ഇരിക്കാൻ നിർദ്ദേശിച്ചിട്ട് ഈശോ അപ്പവും മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുകയും ചെയ്തു. എല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ അവർ ശേഖരിച്ചു. അത് 12 കുട്ടയുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചവർ സ്ത്രീകളും കുട്ടികളും ഒഴികെ ഏകദേശം 5000 പേരായിരുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ പ്രതീക്ഷയോടെ കൂടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. അങ്ങയുടെ സംരക്ഷണത്തിന് കൃതജ്ഞതയായി ലോകം സമർപ്പിച്ച ബലി പോലെയും വിധവയുടെ കൊച്ചുകാശി പോലെയും ഞങ്ങളുടെ ബലികളും കാഴ്ചകളും കാരണവും സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിന്മേലും അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നേർച്ചയോടൊപ്പം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെയും സ്നേഹവും സ്വീകരിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാക്കന്മാർ പുറമുള്ള വിശ്വാസത്തോടെ അങ്ങേക്ക് സമർപ്പിച്ച ബലികളും കാഴ്ചകളും ഞങ്ങൾ അനുസ്മരിക്കുന്നു. അവരുടെയും അങ്ങേ സ്ത്രീകന്മാരുടെയും പ്രത്യേകമായ വിശുദ്ധ യോസേഫ് പിതാവിന്റെയും ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളുടെയും ബലിയർപ്പണത്തോട് യോജിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ നേർച്ചയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങേ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങൾ അനുഭവിക്കുവാൻ പോകുന്ന ഈ ഭക്ഷണപാനീയങ്ങളെ അങ്ങയുടെ പരിപാലന പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് ദയാപൂർവ്വം ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.
പറയാനുള്ളത്. തിരുകുടുംബമായി തിരഞ്ഞെടുക്കപ്പെട്ട സണ്ണി മാത്യു എന്ന് വിളിക്കപ്പെടുന്ന സണ്ണി അമ്പലത്തിൽ, ബെറ്റി മാത്യു അമ്പലത്തിൽ, മകൻ അലൻ മാത്യു അമ്പലത്തിൽ അവർക്ക് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സമ്മാനം നൽകി. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഇപ്പോൾ അവർക്ക് ഭക്ഷണ വിളമ്പി നൽകുകയാണ്. ആദ്യമായി ചോറ് കൊടുക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളവർ ദയവായിട്ട് പള്ളിയിലേക്ക് കൊണ്ടുവരിക. പള്ളിയിൽ വെച്ചാണ് കുഞ്ഞുങ്ങൾക്ക് ആദ്യത്തെ ചോറൂട്ട് നടത്തുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചോറൂട്ട് നടത്താൻ കൊണ്ടുവന്ന മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ പള്ളിയിലേക്ക് കൊണ്ടുവരിക. പള്ളിയിൽ വെച്ച് കുഞ്ഞുങ്ങൾക്ക് ചോറൂട്ട് നടത്തുന്നത്. നിങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ഔസേപിതാവിന്റെ മരണ തിരുനാളോടനുബന്ധിച്ചുള്ള നേർച്ച സന്ധ്യയിലാണ്. വളരെയധികം അനുഗ്രഹങ്ങൾ ചൊരിയുന്നൊരു ദിവസമാണെന്ന്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശുദ്ധ ഔസേപിതാവിന്റെ മരണ തിരുനാൾ ആചരിക്കുമ്പോൾ ഈ നേർച്ച സന്ധ്യയോടൊപ്പം നിങ്ങൾക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. നിശബ്ദതയുടെ കണ്ണാടി എന്നാണ് വിശുദ്ധ ഔസേപിതാവിനെ വിശേഷിപ്പിക്കുക. നീതിമാനും തിരുകുടുംബത്തിന്റെ ബാലകനുമായ വിശുദ്ധ ഔസേപിതാവിനോടുള്ള ഭക്തി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഇന്ന് നേർച്ചസന്ധ്യയിൽ പങ്കെടുക്കുമ്പോൾ ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുവാനുള്ള അവസരമായി ഇതിനെ കാണുക. വളരെ ഭക്തിപൂർവ്വം വിനയപൂർവ്വം നേർച്ചസന്ധ്യയിൽ പങ്കെടുക്കുക.